ഓം ശാന്തി. 18/8/2026 പ്രഭാതമുരളി. മധുബൻ. മധുരമായ കുട്ടികളെ, കിംവദന്തികൾ വിശ്വസിക്കരുത്. അഥവാ ആരെങ്കിലും തലകീഴായ കാര്യങ്ങൾ കേൾപ്പിച്ചാൽ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ പുറത്തു കളയൂ. ചോദ്യം: ജ്ഞാനത്തിന്റെ സന്തോഷത്തിലിരിക്കുന്ന കുട്ടികളുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർ പഴയ കർമ്മഭോഗത്തിന്റെ കർമ്മക്കണക്ക് ആ സന്തോഷത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടു പോകും. ജ്ഞാനത്തിന്റെ സന്തോഷത്തിൽ ദുഃഖം, വേദന, ക്ലേശങ്ങളുടെ ലോകം തന്നെ മറന്നുപോകുന്നു. ബുദ്ധിയിലുണ്ടാവും, ഇപ്പോൾ നമ്മൾ സന്തോഷത്തിന്റെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവണൻ ശപിച്ച് ദുഃഖിയാക്കി. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് ആ ദുഃഖത്തിന്റെ ക്ലേശങ്ങളുടെ ലോകത്തിൽ നിന്നും മാറ്റി സന്തോഷത്തിന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഗീതം: അങ്ങയെ നേടിയ ഞങ്ങൾ ഈ ലോകം തന്നെ സ്വന്തമാക്കി. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഗീതം കേട്ടല്ലോ. തീർച്ചയായും കുട്ടികൾക്ക് രോമാഞ്ചം ഉണ്ടാകണം. എന്തുകൊണ്ടെന്നാൽ പറയാറുണ്ട്, സന്തോഷം പോലൊരു ടോണിക് ഇല്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാ ആത്മീയ കുട്ടികൾക്കും പരിധിയില്ലാത്ത അച്ഛനെ ലഭിച്ചിരിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛനാണെങ്കിൽ ഒന്നു മാത്രമാണ്. കൂടാതെ കുട്ടികൾക്കും അറിയാം, മറ്റുള്ളവരും ബാബയുടെ കുട്ടികളായി മാറുമ്പോൾ അവർക്കും രോമാഞ്ചം ഉണ്ടാകും. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യമായിരുന്നു, പിന്നീട് നഷ്ടപ്പെടുത്തി, ഇപ്പോൾ വീണ്ടും രാജ്യം നേടുകയാണ്. ഭാരതവാസികൾക്ക് ഇത് സന്തോഷ വാർത്തയാണല്ലോ. പക്ഷെ നല്ല രീതിയിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ സന്തോഷമുണ്ടാകും. ശരിക്കും ഇത് സന്തോഷത്തിന്റെ കാര്യമാണല്ലോ. ഓരോ കൽപ്പത്തിലും ബാബ വരുന്നു. ബാബയുടെ ജന്മവും ഇവിടെ മഹിമയുണ്ട്. ഉത്സവവും എല്ലാം ഈ സമയത്തിൻ്റെതാണ്. ബാബ വന്ന് നിങ്ങൾക്ക് വളരെ സഹജമായ വഴി പറഞ്ഞു തരികയാണ്. മനുഷ്യർക്കാണെങ്കിൽ അനേക തരത്തിലുള്ള ക്ലേശങ്ങളാണ്. ഇവിടെ ഈ ജ്ഞാനത്തിന്റെ സന്തോഷത്തിൽ ആ ക്ലേശങ്ങളും ദുഃഖവുമെല്ലാം ഇല്ലാതാകുന്നു. ആരെങ്കിലും അസുഖം ഭേദമായി വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നത് പോലെ, അസുഖം മുതലായ ദുഃഖത്തിന്റെ കാര്യങ്ങൾ മറക്കുന്നത് പോലെ, സ്വന്തം വീട്, അമ്മായിയച്ഛൻ്റെ വീട്, മിത്രസംബന്ധി, ഇതെല്ലാം സന്തോഷത്തിൽ ഓർമ്മ വരുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മളെല്ലാവരും വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. പിന്നീട് രാവണൻ ശാപം നൽകുന്നു. ഇതാണ് ക്ലേശങ്ങളുടെ, ദുഃഖത്തിന്റെ ലോകം. പിന്നീട് നാളെ സന്തോഷത്തിന്റെ ലോകമായി മാറും. സന്തോഷത്തിന്റെ ലോകം ഓർമ്മിക്കുന്നതിലൂടെ ക്ലേശം, ദുഃഖം മുതലായ എല്ലാം മറക്കണം. ഇത് തമോ പ്രധാന ലോകമാണ്. വിവിധ പ്രകാരത്തിലുള്ള കർമ്മഭോഗമാണ്. അബലകൾക്ക് മേലും എത്രയാണ് അത്യാചാരം ഉണ്ടാകുന്നത്. അനേക പ്രകാരത്തിലുള്ള വിഘ്നം വരുന്നു. ഈ വിഘ്നങ്ങളിലൂടെ കർമ്മഭോഗത്തിന്റെ ദിവസം ബാക്കി കുറച്ച് സമയമാണ്. ബാബ ആശ്വസിപ്പിക്കുകയാണ്, ബാക്കി കുറച്ച് ദിവസമേ ഉള്ളൂ. കൽപ്പം മുൻപും ഉണ്ടായിരുന്നു. കർമ്മഭോഗത്തിന്റെ കണക്ക് വഴക്ക് ഇല്ലാതാക്കണം. സന്തോഷത്തിൽ ഇതെല്ലാം നിമഗ്നമാക്കിക്കൊണ്ടേ പോകൂ. അത്രമാത്രം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. തലകീഴായ ഒരു കർമ്മവും ചെയ്യരുത്. ഇല്ല എങ്കിൽ കുറെ കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. പദവി ഭ്രഷ്ടമാകുന്നു. കുട്ടികളുടെ ജോലിയാണ് ബാബയെ ഓർമ്മിക്കുക. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. കർമ്മക്കണക്ക് തീരും. ബാക്കി കുറച്ച് സമയമുണ്ട്. കർമ്മക്കണക്ക് ഇല്ലാതാക്കൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അന്ധരുടെ ഊന്നുവടിയാണ്. നിങ്ങളും ഓർമ്മിക്കൂ, മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. വിഘ്നമെല്ലാം ഒരുപാടുണ്ടാകും. എത്ര സാധിക്കുമോ എല്ലാവർക്കും ഇത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ എന്ന്. ഈ വാക്കും പ്രസിദ്ധമാണ്. മന്മനാഭവ. അർത്ഥം: അല്ലയോ ആത്മാക്കളെ,
എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പഴയ വികർമ്മങ്ങൾ ഭസ്മമാകും. ഇതിൽ സംശയിക്കേണ്ടതിൻ്റെ ഒരു കാര്യവുമില്ല. കേവലം ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമായി മാറും. നിങ്ങൾക്കറിയാം, നമ്മൾ 84ന്റെ ചക്രം കറങ്ങി. ചക്രം കറക്കി വന്നു, കറക്കിക്കൊണ്ടിരിക്കും. ഇതാണ് പഴയ ലോകം, പഴയ വസ്ത്രം. ഇതിനെ മറക്കണം. ഇതാണ് ആത്മാക്കളുടെ പരിധിയില്ലാത്ത സന്യാസം. അവരുടേത് പരിധിയുള്ള സന്യാസമാണ്. വീടെല്ലാം ഉപേക്ഷിച്ചു പോകുന്നു. ഡ്രാമയിൽ അവരുടെയും പാർട്ടുണ്ട്. അതും അതുപോലെയാകും. ഓരോ സെക്കൻഡും എന്താണോ കടന്നുപോയത് ആ ഡ്രാമ വീണ്ടും ആവർത്തിക്കും. ശാസ്ത്രങ്ങളെല്ലാം ഭക്തിമാർഗത്തിലെ പുസ്തകങ്ങളാണ്. ഭക്തിക്ക് ശേഷമാണ് ജ്ഞാനം. ഈ ഏണിപ്പടിയുടെ ചിത്രത്തിന് മേൽ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ വളരെ സഹജമാണ്. മുഖ്യമായ ഏതെല്ലാം ചിത്രമുണ്ടോ അത് തങ്ങളുടെ വീട്ടിലും വയ്ക്കാൻ സാധിക്കും. ത്രിമൂർത്തിയും വളരെ ക്ലിയറാണ്. മുകളിൽ ശിവനുമുണ്ട്, ബ്രഹ്മ, വിഷ്ണു, ശങ്കരനുമുണ്ട്. സൂക്ഷ്മവതനവാസി, പിന്നീട് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ. കുട്ടികളും മനസ്സിലാക്കുന്നു, എവിടെയാണോ ബാബയിരിക്കുന്നത് അതാണ് നമ്മൾ ആത്മാക്കളുടെ വസിക്കുന്ന സ്ഥാനം. അതിനെ നിർവാണധാമമെന്ന് പറഞ്ഞാലും ശാന്തിധാമമെന്ന് പറഞ്ഞാലും കാര്യം ഒന്നു തന്നെയാണ്. ശാന്തിധാമം ശരിയാണ്, അല്ലെങ്കിൽ നിർവാണധാമം, അർത്ഥം ശബ്ദത്തിന് ഉപരിയായ ധാമം, അത് ശാന്തിധാമം തന്നെയാണ്. ആ ശാന്തിധാമം പിന്നീടാണ് സുഖം, ശാന്തി, സമ്പത്തിൻ്റെ ധാമം. പിന്നീട് ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും ധാമം ഉണ്ടാകുന്നു. സത്യയുഗത്തിലാണെങ്കിൽ സ്വർണത്തിൻ്റെ അളവറ്റ ഖജനാക്കൾ ഉണ്ടായിരുന്നു. ഇന്നെന്താണ്, നാളെ എന്താകും? ഇന്ന് കലിയുഗത്തിൻ്റെ അവസാനം, നാളെ സത്യയുഗത്തിൻ്റെ ആദിയാകും. രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസമുണ്ടല്ലോ. പറയുന്നുമുണ്ട്, ബ്രഹ്മാവിൻ്റെയും ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണരുടെയും രാത്രിയും പിന്നെ പകലും. പകലിൽ ദേവതകളാണ്, രാത്രിയിൽ ശൂദ്രരും, ഇടയിൽ നിങ്ങൾ ബ്രാഹ്മണരും. ഈ സംഗമയുഗത്തെ ആർക്കും അറിയുകയില്ല. മനുഷ്യരാണെങ്കിൽ തികച്ചും ഭയാനകമായ ഇരുട്ടിലാണ്. അതിനാൽ ഘോര പ്രകാശത്തിൽ കൊണ്ടുവരേണ്ടത് നിങ്ങൾ കുട്ടികളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ മുന്നിൽ അതേ മഹാഭാരത യുദ്ധമാണ്. പാടാറുമുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി നശിക്കും, വിനാശകാലേ പ്രീതബുദ്ധി വിജയിക്കും. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ നമുക്ക് വീണ്ടും അതേ രാജ്യഭാഗ്യം നൽകുന്നു. നമ്മുടെ ആ രാജ്യഭാഗ്യം ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. രാവണൻ പ്രവേശിക്കുന്നത് ദ്വാപരയുഗത്തിൻ്റെ തുടക്കത്തിലാണ്. രാവണൻ നമ്മുടെ രാജ്യഭാഗ്യം തട്ടിയെടുത്തു. അതിനെ ശത്രുവെന്ന് തന്നെ മനസ്സിലാക്കൂ. എന്തുകൊണ്ടെന്നാൽ ശത്രുവിൻ്റെ തന്നെയാണ് കോലമുണ്ടാക്കി കത്തിക്കുന്നത്. ഇത് വളരെ പഴയ ശത്രുവാണ്. പറയുന്നുമുണ്ട്, രാവണരാജ്യം പക്ഷെ ആരുടെയും ബുദ്ധിയിലും വരുന്നില്ല. അതിനാൽ ഭയാനകമായ ഇരുട്ടെന്ന് പറയുമല്ലോ. പരിധിയില്ലാത്ത ബാബയാണ് നോളജ്ഫുൾ. ബാബയെ ജ്ഞാനത്തിൻ്റെ ദാതാവ്, ദിവ്യ നേത്രത്തിൻ്റെ വിധാതാവെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചു. മുൻപ് ഒന്നും അറിയുമായിരുന്നില്ല, ഇപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണെങ്കിൽ തീർച്ചയായും ജ്ഞാനം കേൾപ്പിക്കുമല്ലോ. ജ്ഞാനം കേൾപ്പിക്കാതെ എങ്ങനെ തെളിയിക്കും? നിങ്ങൾ കാണുന്നുണ്ട്, ബാബ ജ്ഞാനം കേൾപ്പിക്കുന്നത്. ഈ ജ്ഞാനത്തിലൂടെയാണ് വീണ്ടും പകുതിക്കൽപ്പം സദ്ഗതി ഉണ്ടാകുന്നത്. ഭക്തിയും പകുതിക്കൽപ്പം നടക്കണം. ജ്ഞാനത്തിലൂടെ സദ്ഗതി സംഗമയുഗത്തിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഒരു കാര്യവും കുട്ടികൾക്കൊരിക്കലും ഒളിപ്പിക്കാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഏതെങ്കിലും തെറ്റായ കർമ്മം ഉണ്ടാവുകയാണെങ്കിൽ പറയൂ. ബാബയ്ക്കറിയാം, പലരിൽ നിന്നും മോശമായ കർമ്മം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവണ രാജ്യമാണല്ലോ. മായ
ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ്. പക്ഷെ ഒരുപാട് ഒളിപ്പിക്കുകയാണ്. ബാബ പറയുന്നു, എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഉടനെ പറയുന്നതിലൂടെ മുന്നോട്ടേക്ക് വേണ്ടി യുക്തി ലഭിക്കും. ഇല്ല എങ്കിൽ കൂടുതലാകും. കാമം മഹാശത്രുവാണ്. ബാബയ്ക്ക് എഴുതുന്നു, ബാബ മായയുടെ വളരെ എതിർപ്പുണ്ടാവുകയാണ്. മായയിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം സദാ ആർക്കും യോഗമൊന്നും ഉണ്ടാവുന്നില്ല. ദേഹാഭിമാനം വളരെയധികം വരികയാണ്. മായയുടെ അടിയേൽക്കുന്ന അനേകരുണ്ട്. ബാബയുടെ അടുത്താണെങ്കിൽ പല ഭാഗത്തു നിന്നും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ദിനപത്രങ്ങളിലെല്ലാം തലകീഴായും എത്രയാണ് ഇടുന്നത്. ഈ കാലത്ത് മനുഷ്യർക്ക് കഥകൾ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നു. തമോപ്രധാനമാണല്ലോ. വ്യാസന്റേത് രജോ ബുദ്ധിയായിരുന്നു. അപ്പോൾ എന്തെല്ലാമാണ് ഇരുന്നെഴുതിയിരിക്കുന്നത്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്, കിംവദന്തികൾ വിശ്വസിച്ച് ഒരിക്കലും ചീത്തയാകരുത്. ഇന്നയാൾ അങ്ങനെ പറഞ്ഞു, ഇത് ചെയ്തു, പിന്നീട് തല തന്നെ പുണ്ണാകുന്നു. തമോ പ്രധാന ലോകമാണെന്ന് മനസ്സിലാക്കുന്നില്ല. മായ വീഴ്ത്താൻ പരിശ്രമിക്കും. ഏതെങ്കിലും അസത്യമായ കാര്യങ്ങൾ കേട്ടാൽ ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ പുറത്തേക്ക് കളയൂ. മറ്റുള്ളവർക്കും ഇതേ സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. ബാബ പറയുന്നു, ഞാൻ സന്ദേശം കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലയോ ആത്മാക്കളെ, ഇപ്പോൾ ശ്രീമതത്തിലൂടെ നടക്കൂ. എൻ്റെ സന്ദേശം കേൾക്കൂ. കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. ആര് ഓർമ്മിക്കുമോ അവർ തൻ്റെ തന്നെ മംഗളം ചെയ്യും. ആത്മാവിന് ഓർമ്മിക്കണം. വിസ്മരിക്കുന്നതും ആത്മാവാണ്. ഇപ്പോൾ ബാബയുടെ ശ്രീമതം ലഭിച്ചിരിക്കുന്നു. ഇതിൽ ആശീർവാദം അല്ലെങ്കിൽ ദയ തുടങ്ങിയ ഒന്നും തന്നെ യാചിക്കരുത്. കേവലം ബാബയെ ഓർമ്മിക്കണം. വേറെ ഒരു കാര്യവും ചോദിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? ഇതാണെങ്കിൽ കേട്ടല്ലോ. ഇതിൽ പേടിക്കേണ്ടതിൻ്റെ ഒരു കാര്യവുമില്ല. ഭയാനകമായ ഇരുട്ടിൽ തന്നെയാണ് ബാബ വരുന്നത്. അതുകൊണ്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. കൃഷ്ണന്റെയും ജന്മം രാത്രിയിൽ ആഘോഷിക്കുന്നു. പായസം, പൂരി മുതലായവ രാത്രിയിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ശിവന് വേണ്ടി എന്തുണ്ടാക്കും? ശിവനാണെങ്കിൽ നിരാകാരനാണ്. ആർക്കും അറിയുക പോലുമില്ല. ബാബ ഏത് സമയത്ത് വരുന്നു, എങ്ങനെ തിരിച്ചു പോകുന്നു. സദാസമയവും സവാരി ചെയ്യുന്നില്ല. വരും, പിന്നെ തിരിച്ചു പോകും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ശിവബാബയുടെ പേരക്കുട്ടികളാണ്. സമ്പത്ത് അവരിൽ നിന്നാണ് ലഭിക്കുന്നത്. ബ്രഹ്മാവിന് പോലും ശിവനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഇദ്ദേഹമാണെങ്കിൽ, അതായത് ബ്രഹ്മാവാണെങ്കിൽ മനുഷ്യനാണല്ലോ. സദ്ഗതിയിൽ ആദ്യ നമ്പറിലാണ് ഈ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ സതോ പ്രധാന ബാല്യാവസ്ഥയാണല്ലോ. കുറച്ചു വലുതാകുമ്പോൾ സതോ എന്ന് പറയുന്നു. പിന്നീട് രജോ, തമോ. ശ്രീകൃഷ്ണനും രാധയുമാണ് പിന്നീട് ലക്ഷ്മിയും നാരായണനുമായി മാറുന്നത്. ആർക്കാണോ ബാബം ജ്ഞാനം നൽകിയത് അവർക്ക് തന്നെയേ നൽകുള്ളൂ. ഭാരതത്തിൽ തന്നെയാണ് ദേവീ ദേവതമാരുണ്ടായിരുന്നത്. അതിനാൽ ഭാരതത്തിൽ ക്ഷേത്രങ്ങളും അനവധിയാണ്. ക്രിസ്ത്യൻസിന്റെ ചർച്ചിൽ ക്രിസ്തു തന്നെ ആയിരിക്കും. ദേവതകളുടെ എത്രയധികം ക്ഷേത്രങ്ങളാണ്. ബാബ വന്നിരിക്കുകയാണ് നമ്മെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിന്, അല്ലെങ്കിൽ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റാൻ. നമ്മൾ ബാബയെ ഓർമ്മിച്ച് പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബയോടൊപ്പം നമ്മളും ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തി മാർഗത്തിൽ ദേവതകളുടെ ക്ഷേത്രം, മൂർത്തി മുതലായവ എത്ര ചെലവ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി സംരക്ഷിച്ച് പിന്നീട് നശിപ്പിക്കുന്നു. 9 ദിവസത്തിനകം തന്നെ മുക്കിക്കളയുന്നു. അതിലൊരുപാട് ഇഷ്ടമാണ്. കൊൽക്കത്തയിൽ നവരാത്രി വളരെയധികം ആഘോഷിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ അത്ഭുതപ്പെടുകയാണ്. മുൻപ് നമ്മളും പാർട്ടധാരിയായിരുന്നു. കോടിക്കണക്കിന് രൂപ ചിലവ് ചെയ്തിരുന്നു. എത്ര അന്ധവിശ്വാസമാണ്.
രാമായണത്തോട് എത്ര സ്നേഹമാണ്. കാര്യങ്ങൾ കേട്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കുന്നു. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഇതിലൂടെ ഒരു ഫലവുമില്ല. ബാബ ഇപ്പോൾ നമ്മെ എത്ര വിവേകശാലിയാക്കിയാണ് മാറ്റുന്നത്. അതിനാൽ ഇതെല്ലാം കേട്ട് ഇവിടത്തേത് ഇവിടെ തന്നെ മറക്കരുത്. എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കൂ. പൂർണ്ണമായി റിഫ്രഷായി പോകൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ദേഹസഹിതം എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം മറക്കൂ. ഇതെല്ലാം ശ്മശാനമാണ്. ഡൽഹിയിൽ ബിർള മന്ദിരത്തിൽ എഴുതിയിട്ടുണ്ട്, ധർമ്മരാജൻ സ്ഥാപിച്ച ഭാരതം സ്വർഗമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ ലോകം ശ്മശാനമായി മാറണം. ബാബ പറയുകയാണ്, എല്ലാവരും കാമചിതയിലിരുന്ന് ഒറ്റയടിക്ക് വെന്ത് മരിക്കുകയാണ്. ക്രോധചിതയെന്ന് പറയുകയില്ല, കാമചിതയെന്നാണ് പറയപ്പെടുന്നത്. അതിലും കുറച്ച് ലഹരി, പകുതി ലഹരിയും ഉണ്ടാകുന്നു. കുട്ടികൾക്ക് തന്നെയാണ് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. അഥവാ വീട്ടിൽ കുപുത്രരുണ്ടെങ്കിൽ പറയുമല്ലോ, ഇതെന്താ അച്ഛൻ്റെ മാനം കളയുമോ, ബാബയുടെ മഹത്വം പോകുമല്ലോ. ബാബയും പറയുന്നു, നിങ്ങൾ മുഖം കറുപ്പിക്കുകയാണെങ്കിൽ ദേവതയായി മാറേണ്ട ബ്രാഹ്മണ കുലഭൂഷണരുടെ പേര് മോശമാക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ പവിത്രതയുടെ ശക്തിയിലൂടെ ഭാരതത്തെ വീണ്ടും ശ്രേഷ്ഠാചാരി ദേവതയാക്കി മാറ്റുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാം സാധാരണ കാര്യമാണ്. കാണുന്നുണ്ട്, മഹാഭാരത യുദ്ധവും അടുത്തു നിൽക്കുകയാണ്. ഇതിലൂടെ തന്നെയാണ് സ്വർഗത്തിന്റെ ഗേറ്റ് തുറക്കുന്നത്. ശാസ്ത്രങ്ങളിൽ മഹാഭാരത യുദ്ധം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണുണ്ടാവുക? ഇത് കാണിച്ചിട്ടില്ല. പ്രളയമുണ്ടായി എന്ന് പറയുന്നു. ഇപ്പോ ഒരു ഭാഗത്ത് കൃഷ്ണന്റെ ജന്മം അമ്മയുടെ ഗർഭത്തിലൂടെ കാണിച്ചിരിക്കുന്നു, മറുഭാഗത്ത് പിന്നെ പറയുന്നു ആലിലയിൽ കാൽവിരൽ കുടിച്ചു വന്നു എന്ന്. ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അവിടെയാണെങ്കിൽ ഗർഭകൊട്ടാരത്തിൽ വളരെ വിശ്രമത്തിലിരിക്കുന്നു. ബാക്കി സാഗരത്തിൽ ഇലയിലൊന്നും വരാൻ സാധിക്കില്ല. ഇതാണെങ്കിൽ അസംഭവ്യമാണ്. അതിനാൽ ഈ എല്ലാ ഡ്രാമയും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ നിങ്ങൾക്കറിയാം. ഓരോ കൽപ്പവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് സ്വയത്തിൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. മുഖ്യമായ കാര്യം ഇതാണ്. ബാബയാണെങ്കിൽ സ്വർഗത്തിന്റെ രചയിതാവാണ്. ബാബയെ പറയുന്നത് തന്നെ ഹെവൻലി ഗോഡ് ഫാദർ എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറണമല്ലോ. ശിവജയന്തിയും ഭാരതത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. അതിനാൽ ഭാരതത്തിന് തന്നെയാണ് എന്തെങ്കിലും നൽകിയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബാബ തന്നെയാണ് സദ്ഗതി ദാതാവ്, ജ്ഞാനത്തിന്റെ സാഗരൻ. ജ്ഞാനം ബാബ തന്നെയാണ് വന്ന് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ തന്നെ വരും. കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, ആരെല്ലാമാണോ ഈ ബ്രാഹ്മണ കുലത്തിലുള്ളവർ അവർ വരും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശ്രീമതത്തിലൂടെ തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ആരെങ്കിലും അസത്യകാര്യം കേൾപ്പിക്കുകയാണെങ്കിൽ കേട്ടിട്ടും കേൾക്കാതിരിക്കണം. അതിൽ ചീത്തയാകരുത്. 2. ഒരിക്കലും ദേവതയായി മാറുന്ന ബ്രാഹ്മണകുലഭൂഷണരുടെ പേര് മോശമാക്കരുത്. ഇത് ശ്രദ്ധിക്കണം. ഒരു തലകീഴായ കർമ്മവും ചെയ്യരുത്. കഴിഞ്ഞുപോയ കർമ്മക്കണക്ക് തീർപ്പാക്കണം. വരദാനം: ലഹരിയുടെയും ലക്ഷണത്തിൻ്റെയും സ്മൃതിയിലൂടെ സർവ കർമ്മേന്ദ്രിയങ്ങളെയും ആജ്ഞ അനുസരിച്ച് നടത്തുന്ന
കിരീട സിംഹാസനധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ബാപ്ദാദയിലൂടെ എല്ലാ കുട്ടികൾക്കും കിരീടവും സിംഹാസനവും പ്രാപ്തമാകുന്നു. പവിത്രതയുടെയും കിരീടമുണ്ട്, ഉത്തരവാദിത്വത്തിൻ്റെയും കിരീടമുണ്ട്, അകാല സിംഹാസനവുമുണ്ട്, എന്നാൽ ഹൃദയ സിംഹാസനധാരിയുമാണ്. ഇങ്ങനെ ഡബിൾ കിരീടവും സിംഹാസനധാരിയുമാവുകയാണെങ്കിൽ ലഹരിയും ലക്ഷണവും തീർച്ചയായും സ്വതവേ കാണപ്പെടും. പിന്നെ ഈ കർമ്മേന്ദ്രിയങ്ങളും ശരി പ്രഭു പറയുന്നു. ആരാണോ കിരീടവും സിംഹാസനവും വെടിഞ്ഞവർ അവരുടെ ആജ്ഞ ഒരു കാര്യക്കാരും കേൾക്കുകയില്ല. സ്ലോഗൻ: ദുർബല സങ്കല്പങ്ങൾ തന്നെയാണ് പ്രസന്ന ചിത്തത്തിന് പകരം പ്രശ്നചിത്തമാക്കുന്നത്. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജം പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛമാകൂ. ഈശ്വരീയ സേവനത്തിന്റെ വലുതിലും വലിയ പുണ്യമാണ് പവിത്രത ദാനം നൽകുക. പവിത്രമാകുക, ആക്കുക തന്നെയാണ് പുണ്യാത്മാവാകുക. എന്തെന്നാൽ ഒരാത്മാവിനെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കുകയാണ്. അപവിത്രത ആത്മഹത്യയാണ്, പവിത്രത ജീവദാനമാണ്. ഓം ശാന്തി.